വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറും ആയിട്ടാണ്. അപ്പോൾ കോംബോയിൽ ഒന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓർക്കിഡ് റോസാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ് കോംബോയിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. പൂക്കളും മൊട്ടുകളോടും കൂടിയ തൈകളാണ് കേട്ടോ. രണ്ടാമതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. വയലറ്റ് കളർ റോസാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. റയറായിട്ട് മാത്രം കണ്ടുവരുന്നൊരു റോസാണ്. കൂടുതലും ബഡ്ഡിങ്ങിലാണ് കാണപ്പെടുന്നത്. ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. അടുത്തതായിട്ട് തമിഴ്നാടിൻ്റെ സ്വന്തം റോസായിട്ടുള്ള 7 days റോസാണ്. 7 ദിവസം വരെ പൂക്കൾ കൊഴിയുകയോ വാടുകയോ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്ന 7 days റോസാണ് മൂന്നാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. നാലാമതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ബ്രിട്ടീഷ് ക്യൂൺ റോസാണ്. ബ്രിട്ടീഷ് രാജകുമാരി എന്ന് തന്നെ പറയാം. അത്രമാത്രം ഉള്ളൊരു ഭംഗിയുണ്ട് റോസിന്. അതുകൂടാതെ നല്ല സുഗന്ധവും കൂടെയാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ്. വൈറ്റും പിങ്കും ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക. അടുത്തതായിട്ട് ഒരു ക്രീക്രി റോസാണ്. പീച്ച് ക്രീക്രി ആണ്. ഈ കോംബോയിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണ്. വലുതും ചെറുതും മീഡിയം സൈസിലുള്ളൊക്കെ പൂക്കളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ വെച്ചേക്കുന്നത്. അടുത്തതായിട്ട് കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് റെഡ് കളർ റോസാണ്. റെഡ് ബട്ടൺ റോസാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല പൂക്കളും നല്ല ഭംഗിയും ഒക്കെയാണ് കാണാനായിട്ട്. ബഞ്ചായിട്ട് പൂക്കളാവുന്നൊരു വെറൈറ്റിയാണ് ഈ റെഡ് ബട്ടൺ റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കളർ ഇല്ലാതെ എന്ത് കോംബോ ഓഫറല്ലേ. കാരണം നമ്മൾ കോംബോയിൽ യെല്ലോ ഇൻക്ലൂഡ് ചെയ്യാണ്ട് തന്നെ ഇടുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് യെല്ലോ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോംബോയിൽ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ യെല്ലോനെ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അടുത്തതായിട്ട് വൈറ്റ് ആണ്. വൈറ്റ് കമ്മൽ റോസാണ് കേട്ടോ. കമ്മൽ റോസ്, മുല്ലപ്പൂ റോസ്, പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസാണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബഞ്ചായിട്ടും ഇത് ഫ്ലവറിങ് ആവും, സിംഗിളായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കരിഷ്മ റോസാണ്. കരിഷ്മ റോസ് ഓറഞ്ചും റെഡും ഡാർക്കായിട്ടുള്ള ഓറഞ്ചും ഒക്കെ മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ തീക്കനൽ എങ്ങനെ കാണും അതിൻ്റെ കളർ തന്നെയാണ്. അങ്ങനെ വേണം ഇതിനെ വിശേഷിപ്പിക്കണം. അത്രയും മനോഹരിതയുള്ളൊരു പൂവാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് പീച്ച് ഓറഞ്ചിൽ വരുന്ന ഓറഞ്ച് റോസാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 റോസ് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസസ്. പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാട്ടോ. താങ്ക്